Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 5 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. സോ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ ക്ലാസ്സസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ചോദ്യം. ഇതാണ്: Which of the following is an incorrect statement in respect of the joint and several liability of partners in a firm? 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? താഴെ പറയുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ജോയിന്റ് ആൻഡ് സെവറൽ ലൈബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ജോയിന്റ് ആൻഡ് സെവറൽ ലൈബിലിറ്റി ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. നമ്പർ 1, partners are collectively liable for the debts of the firm. Number 2, personal properties of partners are not liable for the debts of the firm and only the assets of the firm will be used to pay off the firm's debts. Number 3, personal properties of individual partners are liable for the debts of the firm. Number 4, personal properties of an individual partner will be used to pay off the liabilities if nothing is realizable from other partners. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ള. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ജോയിന്റ് ആൻഡ് സെവറൽ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സാധാരണ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ സ്ഥാപനത്തിൽ എത്രത്തോളം അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് വിറ്റ് ഈ പറയുന്ന ബാധ്യതകൾ അവസാനിപ്പിക്കും. അതില്ലാത്ത പക്ഷം നമുക്കറിയാം, പാർട്ണർഷിപ്പ് സ്ഥാപനമാണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് അടക്കം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഡെറ്റ്സ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ജോയിന്റ് ആൻഡ് സെവറൽ ലൈബിലിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ. ഓക്കെ, കുടുംബടക്കം പോവും. അപ്പോൾ താഴെ പറയുന്നതിൽ നമുക്ക് എന്താണ് തെറ്റെന്നുള്ളത് നോക്കാം. നമ്പർ 1, പാർട്ട്നേഴ്സ് ആർ കളക്റ്റീവ്ലി ലൈബിൾ ഫോർ ദ ഡെറ്റ്സ് ഓഫ് ദി ഫേം. കറക്റ്റ് അല്ലേ? പാർട്ണർഷിപ്പ് ഫേമിൽ എന്താണ് ജോയിന്റ് ആൻഡ് സെവറൽ ലൈബിലിറ്റി ആയതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് കളക്റ്റീവ്ലി ലൈബിൾ ആണ്. ശരി. നമ്പർ 2, പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് ആർ നോട്ട് ലൈബിൾ ഫോർ ദ ഡെറ്റ്സ് ഓഫ് ദ ഫേം എന്ന് പറയണത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പേഴ്സണൽ പ്രോപ്പർട്ടീസ് ലൈബിൾ അല്ല എന്ന്. ഓൺലി ദ അസറ്റ്സ് ഓഫ് ദ ഫേം വിൽ ബി യൂസ്ഡ് ടു പേ ഓഫ് ദ ഡെറ്റ്സ്. ഡെറ്റ്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിലെ അസറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യാന്നാണ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. പേഴ്സണൽ പ്രോപ്പർട്ടീസ് ലൈബിൾ അല്ല. അത് തെറ്റല്ലേ? നമ്മൾ പറഞ്ഞു ജോയിന്റ് ആൻഡ് സെവറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സ്ഥാപനത്തിലത്തെ പൈസ തികഞ്ഞില്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസും എടുക്കുന്നതാണ്. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ് ആർ ലൈബിൾ ഫോർ ദ ഡെറ്റ്സ് ഓഫ് ദി ഫേം. കറക്റ്റാണ്, പേഴ്സണൽ പ്രോപ്പർട്ടീസ് എടുക്കും. പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ പാർട്ട്ണർ വിൽ ബി യൂസ്ഡ് ടു പേ ഓഫ് ദ ലൈബിലിറ്റീസ്. കറക്റ്റാണ്. ഇഫ് നത്തിങ് ഈസ് റിയലൈസബിൾ ഫ്രം അതർ പാർട്ട്നേഴ്സിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പേഴ്സണൽ പ്രോപ്പർട്ടീസ് എടുക്കും. കറക്റ്റ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ചോദ്യം ഇതാണ്: എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ഇൻ എ ഫേം ഹാവിംഗ് 2 ഓൾഡ് പാർട്ട്നേഴ്സ് വിത്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് 3:2. അപ്പോൾ 2 ഓൾഡ് പാർട്ട്നേഴ്സ് ആണ് വരുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവർ തമ്മിലുള്ളത് 3:2 ആണ്. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് എഗ്രീഡ് ആസ് 3:2:1. പുതിയൊരാൾ വന്നു. അപ്പോൾ ന്യൂ റേഷ്യോ 3:2:1 ആണ്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഈസി അല്ലേ? സാക്രിഫൈസിങ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലേ? അതാണ് സാക്രിഫൈസിങ് റേഷ്യോ. സോ ഇവിടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. സോ 3/5 ആണ് വരുന്നത്. ആദ്യത്തെ നമുക്ക് ഓരോരുത്തരുടെയും കാണാം. ആദ്യത്തെ 3/5 മൈനസ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 എന്ന് പറയുമ്പോൾ 3/6. സോ സോറി, അപ്പോൾ
3/5 മൈനസ് 3/6 ആദ്യത്തെ. അപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ നമുക്കിതിനെ ഇൻറ്റു 6, ഇതിനെ ഇൻറ്റു 6, അപ്പോൾ 18/30 മൈനസ് ഇവിടെ ഡിനോമിനേറ്റർ കറക്റ്റ് ചെയ്യാൻ ഇൻറ്റു 5 അല്ല, ഡിനോമിനേറ്റർ കറക്റ്റ് ആക്കണ്ടേ. സോ ഇവിടെ 30 ആയി, മുകളിലപ്പോൾ ഇൻറ്റു 5, അപ്പോൾ 15. അപ്പോൾ 18 മൈനസ് 15 3/30 ആണ് ആദ്യത്തെ വരുന്നത്, നമ്പർ 1. രണ്ടാമത്തെ ഞാനിവിടെ ചെയ്യാം 2/5 ഓൾ റേഷ്യോ 2/5 മൈനസ് ന്യൂ റേഷ്യോ 2/6. അപ്പോൾ ഇവിടെയും ഡിനോമിനേറ്റർ എത്രയാക്കാം? 30 ആക്കുമ്പോൾ 30 മുകളിൽ 12 വരും അല്ലേ, ഇൻറ്റു 6 മൈനസ് ഇവിടെ 5 ചെയ്യുമ്പോൾ അടിയിൽ 30 ആയി, ഇൻറ്റു 5 ചെയ്യുമ്പോൾ 10. 12 മൈനസ് 10 എത്ര വരും? 2/30. ഇതിപ്പോൾ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഓൾ റേഷ്യോ ന്യൂ റേഷ്യോ ഇങ്ങനെ വരുമ്പോൾ ഓൾ റേഷ്യോ തന്നെയാണ് എന്ത് വരിക? സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും കാൽക്കുലേഷൻ കാണിച്ചെന്നാണ്. അപ്പോൾ എത്രയാ വരാ? 3:2 ആണ് എന്ത് വരുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഈ സെയിം ആസ് ഓൾ റേഷ്യോ. കാൽക്കുലേഷൻ കാണിച്ചതെന്ന് മാത്രം. അപ്പോൾ ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, 3:2. ഈസി അല്ലേ? ഫുൾ മാർക്ക് അടിച്ചു. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അൺട്രൂ അബൌട്ട് ദ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം? ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് താഴെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അൺട്രൂ ആയിട്ടുള്ളത്, തെറ്റായിട്ടുള്ളതാണ് നോക്കേണ്ടത്. നമ്പർ 1, all assets and liabilities are transferred to revaluation account. Number 2, realization account is prepared to find out the profit or loss on realization. Number 3, profit or loss on realization will be transferred to partner's capital account. Number 4, loan from a partner will be settled directly without transferring to realization account. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട്. നമ്പർ 1, all assets and liabilities are transferred to revaluation account. തെറ്റല്ലേ? നമുക്കറിയാം ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സ്ഥാപനം ഇല്ലാണ്ടായി, പിന്നെ അവിടെ റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കില്ല, റിയലൈസേഷൻ അക്കൗണ്ട് ആണ് വരയ്ക്കുക. അസറ്റ്സും ലൈബിലിറ്റീസും റിയലൈസ് ചെയ്തതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൊല്യൂഷനിൽ റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. റിവാലുവേഷൻ അക്കൗണ്ട് എപ്പോഴാണ്? അഡ്മിഷൻ്റെ സമയത്ത് അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന റിട്ടയർമെൻറ്റ് സമയത്ത്, അപ്പോഴൊക്കെയാണ് റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ തെറ്റാണ്, അതാണ് ശരിക്കും ആൻസർ. ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ. കറക്റ്റ് അല്ലേ? റിയലൈസേഷൻ അക്കൗണ്ടാണ്. പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു, എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പാർട്ണേഴ്സ് ക്യാപിറ്റൽ. കറക്റ്റാണ്. ദെൻ ലോൺ ഫ്രം പാർട്ണറുടെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വിൽ ബി സെറ്റിൽ ചെയ്യണം ഡയറക്ട്ലി വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അതും കറക്റ്റാണ്. പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണം ഡയറക്ട്ലി വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ടു റിയലൈസേഷൻ. അവർ കൊടുക്കണ്ടേ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന BCD കറക്റ്റാണ്. തെറ്റായിട്ട് വരുന്നത് A മാത്രമാണ്. അതാണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ്? താഴെ പറയുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ്സ്. നമ്പർ 1, ഇൻ ഇന്ത്യ ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. നമ്പർ 2, റിസർവ് ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് സെറ്റ് aside to meet future contingencies. Number 3, balance in the forfeited shares account after reissue shall be transferred to the capital reserve account. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുള്ളത്. 1 and 2 are false, 2 only false, 2 and 3 are false, 1, 2 and 3 are false. എന്താണ് ആൻസർ എന്നുള്ളത് നോക്കാം. നമുക്ക് ഫോൾസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്പർ 1, ഇൻ ഇന്ത്യ ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. അത് തെറ്റാണ്. നമ്മൾ തിയററ്റിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇക്വിറ്റി ഷെയർസ് എന്താണ് കമ്പനീസ് ആക്ട് പ്രകാരം 2013 നമുക്ക് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ നടത്താൻ സാധിക്കില്ല. പ്രീമിയത്തിൽ നമുക്ക് പറ്റും, പറ്റും, ഡിസ്കൗണ്ടിൽ പോസിബിൾ അല്ല. സോ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഇൻ ഇന്ത്യ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മനസ്സിലാക്കട്ടോ, അതാണ് ലോ. നമുക്ക് പോസിബിൾ അല്ല. നമ്പർ 2, റിസർവ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് സെറ്റ് aside to meet future contingencies. തെറ്റല്ലേ? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ? അൺകോൾഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ്. വിളിക്കാത്ത ക്യാപിറ്റൽ നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ് ക്യാപിറ്റലിൽ നിന്ന്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്തൊക്കെയാണ് അത് യൂസ് ചെയ്യുക. അതിനാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം.
അത് നമ്മൾ ഫ്യൂച്ചർ കണ്ടിൻജൻസീസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതല്ല. ഇവിടെ പറഞ്ഞാൽ എന്താ, റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് സെറ്റ് അസൈഡ് ടു മീറ്റ് ഫ്യൂച്ചർ കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അത് തെറ്റല്ലേ? അൺകോൾഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് റിസർവ് ക്യാപിറ്റൽ, നമുക്കറിയാം. അത് നമ്മൾ വൈൻഡിങ് അപ്പിൻ്റെ സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുള്ളൂ, തുടരുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ ബാലൻസ് ഇൻ ദ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ആഫ്റ്റർ റീഇഷ്യൂ. നമ്മൾ ഫോർഫീറ്റ് ചെയ്തിട്ട് ഷെയർസ് ഫോർഫീറ്റ് ചെയ്ത് റീഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കറക്റ്റാണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഏതൊക്കെയാണ്? 1ഉം 2 ആണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു ചോദ്യം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. ചോദ്യം ഇതാണ്. Which of the following statements are true with respect to the internal reconstruction of a company? Internal reconstruction റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ട്രൂ? നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1, there will be a comprehensive overhauling of the financial position, assets and liabilities. Number 2, the existing company is liquidated and a new company is formed to take over the assets and liabilities. Number 3, paid up share capital is reduced and the same is used to write off accumulated losses. Number 4, equity shareholders may surrender some portion of their shares, the amount of which will be used for the settlement of outside creditors. 1, 2 and 3 are true. 2, 3, 4 പറഞ്ഞിട്ടുണ്ട്. 1, 3, 4 പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാതും കറക്റ്റ് ആണെന്നും പറയുന്നുണ്ട്. നോക്കാം. അപ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെ ചേഞ്ചസ് വരുത്താണ് നമ്മൾ ചെയ്യുന്നത്. സ്ഥാപനത്തിനെ ബെറ്റർ ആക്കാൻ, അതല്ല ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. വിത്തിൻ ദി ഓർഗനൈസേഷനിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നോക്കിയേ, നമ്പർ 1, there will be a comprehensive overhauling of the financial position, assets and liabilities in internal reconstruction. കറക്റ്റാണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓവറോളിങ് നടത്താണ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിന്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്പർ 2, the existing company is liquidated and new company is formed to take over the assets and liabilities. അത് തെറ്റല്ല, അത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ അമാൽഗമേഷൻ. അവിടേക്കല്ലേ, ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു, മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യണു, അമാൽഗമേഷനാണ്. അവിടെ അത് ടേക്ക് ഓവർ ആവാം, മെർജർ ആവാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. അപ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ഈ പറയുന്ന പരിപാടി നടക്കുന്നില്ല, ലിക്വിഡേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ദെൻ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് റിഡ്യൂസ്ഡ് ആൻഡ് ദ സെയിം ഈസ് യൂസ്ഡ് ടു റൈറ്റ് ഓഫ് അക്യൂമുലേറ്റഡ് ലോസസ്. കറക്റ്റ് അല്ലേ? ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടാകുന്നത് റിഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. റിഡ്യൂസ് ചെയ്തതിന് ശേഷം ആ എമൗണ്ട് നമ്മൾ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതല്ല ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ചെയ്യുന്നത്. എല്ലാവരും സഹകരിച്ച് സ്ഥാപനത്തിലത്തെ ബാധ്യതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓഫ് ചെയ്ത് സ്ഥാപനം കറക്റ്റ് അല്ല ബെറ്റർ ആയിട്ട് മാറാനാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ചെയ്യുന്നത്. ശരിയാണ്. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മേ സറണ്ടർ സം പോർഷൻ ഓഫ് ദി ഷെയർസ്. അതും ചെയ്യും, അവർ സറണ്ടർ ചെയ്യണു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാപനം നന്നാവാൻ വേണ്ടിയിട്ട്. ദി എമൗണ്ട് ഓഫ് വിച്ച് വിൽ ബി യൂസ്ഡ് ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യും. അതും ശരിയാണ് അല്ലേ? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1, 3, 4. 1, 3, 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ 5 ചോദ്യങ്ങളും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങളുടെ രീതികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് വരുന്നത്. നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി എല്ലാ ഏരിയയിലും ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇന്നത്തെ ക്ലാസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത 5 ചോദ്യങ്ങളുമായിട്ട് കാണാം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ ഹൈ ക്വാളിറ്റി ഓൺലൈൻ പ്രീമിയം ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.